നഷ്ടങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തും ഒറ്റപ്പെടുന്ന സമയത്തും കണ്ണ് നിറയുന്ന സമയത്തും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം വരാതിരിക്കുന്ന സമയത്തും തകർന്ന മനസ്സോടെ പടച്ചോനെ നിന്റെ വിധിയിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ സംതൃപ്തനാണ് എന്ന് പറയുന്നിടത്താണ് ഒരു അടിമയുടെ സമർപ്പണം, സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാം. പടച്ചോൻ നമ്മളെടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന എന്താണെന്നറിയോ? നമ്മുടെ അറിവോ പൈസയോ പദവിയോ ഒന്നുമല്ല, നമ്മുടെ സറണ്ടറാണ്, സബ്മിഷനാണ്. ഇബ്രാഹിം നബിയെ പോലെ പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങലാണ്. പരാതികളില്ലാതെ നമ്മളെ തന്നെ അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കലാണ്. വൃദ്ധനായിരുന്ന സമയത്ത് ഒരുപാട് ദുആ ചെയ്ത് കിട്ടിയ മകൻ ഇസ്മായിൽ നബിയെ ബലിയർക്കാൻ പടച്ചോൻ പറഞ്ഞപ്പോ എങ്ങനെയെന്നോ എന്തിനെന്നോ എന്നുള്ള ചോദ്യങ്ങളില്ല. അവിടെ കത്തിയെടുത്ത് മകന്റെ കഴുത്തിൽ വെക്കുകയാണ്. പടച്ചോൻ പറഞ്ഞതിന് മുന്നിൽ തന്റെ യുക്തിക്കൊരു ലേശം പോലും വില കൊടുക്കാതെ, പ്രസക്തി കൊടുക്കാതെ ഇബ്രാഹിം നബി സറണ്ടർ ആവാണ്, സബ്മിഷൻ ചെയ്യാണ്. ഇന്നത്തെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരെങ്ങാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അവര് ഭ്രാന്തൻ എന്ന് വിളിക്കുമായിരുന്നു. സ്വന്തം മകൻ എന്ന ഇഷ്ടത്തെക്കാൾ റബ്ബിന്റെ തീരുമാനമാണ് വലുത് എന്ന് അദ്ദേഹം തെളിയിച്ച ആ മൊമെന്റിലാണ് അത്ഭുതം സംഭവിക്കുന്നത്. തന്റെ അടിമയുടെ അപാരമായ സമർപ്പണം, അപാരമായ സബ്മിഷൻ കണ്ട റബ്ബ് ആ കത്തിയുടെ മൂർച്ച കളയാണ്. പകരം സ്വർഗത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ബലിയർക്കാൻ നൽകുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം സ്വയം ബുദ്ധിജീവികളെന്ന് വിശ്വസിക്കുന്നവർ മായാവി കഥയെന്നോ ബാലരമ കഥയെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് തള്ളിക്കളഞ്ഞേക്കും. ശൂന്യതയിൽ നിന്ന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ചിട്ടയോടെ കറങ്ങുന്ന ഗ്രഹങ്ങളും ഒരു സിട്ടാവില്ലാതെ സംഭവിച്ചു എന്ന് പറയുന്നത് നിങ്ങളെ ലോജിക്കാണെങ്കിൽ സകലതും സർവ്വതും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞങ്ങളെ ലോജിക്ക്. നിങ്ങളെ യുക്തി അവസാനിക്കുന്നിടത്താണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം തുടങ്ങുന്നത്. ശരിയായ വിശ്വാസികൾ ഒരിക്കലും തന്റെ റബ്ബിനോട് പരാതിപ്പെടുന്നവരായിരിക്കും.